+2 ഹിസ്റ്ററി ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വൃത്തിക്ക് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കി ടോപ്പിക്സിലേക്ക് പോവാം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന് ആദ്യകാല സമരങ്ങൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഈ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യകാല സമരങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 3 സമരങ്ങളാണ് നമ്മൾക്ക് എഴുതാനുള്ളത്. ചമ്പാരൻ സമരം, അഹമ്മദാബാദിലെ മിൽ സമരം, ഖേദ സമരം. ഇതിൽ ചമ്പാരൻ സമരം മാത്രം 1917 ആണ്, മറ്റേത് രണ്ടും 1918 ആണ്. ചമ്പാരൻ മാത്രം 1917, മറ്റേത് രണ്ടും 1918. അപ്പോൾ ചമ്പാരൻ സമരം 1917 എന്താണ്, കർഷകർക്ക് ഇഷ്ടമുള്ള കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള സമരമാണ് ഈ ചമ്പാരൻ സമരം എന്ന് പറയുന്നത്. നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ്. നീലം കർഷകർ ആർക്കെതിരെയാണ് നടത്തിയിട്ടുള്ളത്? യൂറോപ്യൻ തോട്ടമുടമകൾക്കെതിരെയാണ് നടത്തിയിട്ടുള്ളത്. ഇനി അഹമ്മദാബാദിലെ മിൽ സമരം 1918 1918 ഇത് നടക്കുന്നത്. ഇവിടെ എന്താണ്, മിൽ തൊഴിലാളികൾക്ക് കൂലി വർധനവ് വേണമെന്ന് പറഞ്ഞിട്ട് പണിമുടക്ക് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർക്ക് വേണ്ടി മരണം വരെ നിരാഹാരം ആരംഭിച്ചു ഗാന്ധിജി. മരണം വരെ നിരാഹാരം ആരംഭിച്ചു. ഒടുവിൽ 30% കൂലി വർദ്ധിപ്പിച്ച് ലഭിക്കുകയാണ് ചെയ്യുന്നത്. 30% കൂലി കിട്ടുന്നു. അപ്പോൾ മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് നിരാഹാര സമരമാണ് ചെയ്യുന്നത്. 30% കൂലി വർദ്ധിപ്പിച്ച് കിട്ടുകയാണ് ഉണ്ടാവുന്നത്. ഇനി ഖേദ സമരം 1918. ഖേദ, അവിടെ ഒരു വരൾച്ച നടന്നു. അപ്പോൾ അതിൽ കൃഷി നഷ്ടപ്പെട്ടു. അപ്പോൾ ഖേദം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഖേദ സമരം. അപ്പോൾ ഖേദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരൾച്ച സംഭവിച്ച് കൃഷി നശിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. നികുതി ഇളവ് ആവശ്യപ്പെട്ടിട്ടാണ് ഈ സമരം ആരംഭിക്കുന്നത്. സത്യാഗ്രഹം കാരണം ഗവൺമെൻറ് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. അപ്പോൾ 3 സമരങ്ങളാണ്. ചമ്പാരൻ സമരം മാത്രം 1917, അത് നീലം കർഷകർക്ക് വേണ്ടിയാണ്. പിന്നെ അഹമ്മദാബാദിലെ മിൽ സമരം 1918, മിൽ തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി. പിന്നെ ഖേദ സമരം നികുതി ഇളവിന് വേണ്ടി 1918. ഇനി അടുത്ത കാറ്റഗറിക്ക് പോവാം. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ ഉപ്പ് സത്യാഗ്രഹം, പിന്നെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഇത് 3 കൂടെ ചോദിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. എന്താ നിസ്സഹകരണ പ്രസ്ഥാനം? അഹിംസയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പരിപാടിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സഹകരിക്കാതിരിക്കുക, വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, സഹകരിക്കാതിരിക്കുക. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പഞ്ചാബിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഖിലാഫത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക, സ്വരാജ് നേടുക. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടെ മിക്സ് ആയിട്ടാണ് ഇത് നടക്കുന്നത് കേട്ടോ. ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും? പഞ്ചാബിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഖിലാഫത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പിന്നെ സ്വരാജ് നേടുക. പക്ഷേ എന്ത് സംഭവിക്കണു? ചൗരി ചൗര സംഭവം 1922 കർഷകർ നടത്തിയ ജാഥയ്ക്കെതിരെ പോലീസ് വെടിവെച്ചു. ഇതിൻ്റെ ദേഷ്യത്തിൽ കുറച്ച് ആളുകൾ പോയിട്ട് പോലീസ് സ്റ്റേഷൻ കത്തിച്ചു. 22 മരണം സംഭവിക്കണം. അതോടുകൂടി ഗാന്ധിജി എന്ത് ചെയ്തു? ഞാനൊരു അഹിംസയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പരിപാടിയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞാനത് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. അത് 1922 22 പോലീസുകാരുടെ മരണത്തിന് കാരണമായി. 1922 22 പോലീസുകാരുടെ മരണത്തിന് കാരണമായ സംഭവമാണ്. ഇനി അടുത്തതാണ് ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം. ഇവിടെ നടക്കുന്നത് എന്താ? സിവിൽ നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930. ഉപ്പ്
ഉപ്പ് 30. അപ്പം ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് 1930. ഇവരെന്താ ചെയ്യണത്? ഒരു യാത്ര, ഒരു മാർച്ച് നടത്തണം അല്ലേ. അപ്പോൾ മാർച്ച് 12-നാണ് കേട്ടോ. 1930 മാർച്ച് 12-നാണ് ഉപ്പ് സത്യാഗ്രഹം. സബർമതി ആശ്രമത്തിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. 200 മൈൽ നടന്നിട്ട് ഒരു ഉപ്പ് നിയമം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. 78 അനുയായികളാണ് ഉണ്ടായിരുന്നത്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ട് പോകണം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. ക്വിറ്റ് ടു 1942 ക്വിറ്റ് ഓക്കെ. അപ്പോൾ 1942 ഓഗസ്റ്റിലാണ് നടക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അതോടുകൂടി കോൺഗ്രസ് പാർട്ടി ബ്രിട്ടീഷുകാർ നിരോധിക്കുന്നു, ഗാന്ധിജീനെ തടവിലടയ്ക്കുന്നു. അങ്ങനെ നേതാക്കന്മാരൊക്കെ അകത്തായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത് നടക്കുന്നത്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഓക്കെ. ഈ സമയത്ത് ഗാന്ധിജി പറഞ്ഞ കാര്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ. ഈ പേരുകൾ ഓർത്ത് വെക്കണം. അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായൺ. ഇനി ക്യാബിനറ്റ് മിഷനും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ക്യാബിനറ്റ് മിഷൻ അത് ഒറ്റയ്ക്ക് തന്നെ ചോദിക്കാം, 2 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇന്ത്യക്ക് പരമാധികാരം നൽകാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച ഒരു സമിതിയാണ് 3 അംഗ സമിതി, 3 ആളുകളുള്ള സമിതി. ആരൊക്കെയാണ്? പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഈ AV അലക്സാണ്ടറെങ്കിലും ഓർമ്മ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AV അലക്സാണ്ടർ ഉൾപ്പെടെ 3 അംഗങ്ങൾ ചേർന്ന സമിതിയാണെന്ന് എഴുതിയാൽ മതി, AV അലക്സാണ്ടർ. ഓക്കെ. ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും ചർച്ച നടത്തി. അങ്ങനെ മുസ്ലിം ലീഗ് പറയുകയാണ് പാകിസ്ഥാൻ രൂപീകരിക്കണം ആവശ്യപ്പെട്ടത് ഈ ഒരു മിഷൻ്റെ അണ്ടറിലായിരുന്നു. ഇനി മുഗൾസ്, ഇവരുടെ ക്യാപിറ്റൽ പറയുമ്പോൾ ആഗ്ര, ഡൽഹി, ലാഹോർ, ഫത്തേപൂർ സിക്രി. ഓരോ രാജാക്കന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ക്യാപിറ്റലായി വന്നിട്ടുണ്ട്. ആഗ്ര, ഡൽഹി, ലാഹോർ, ഫത്തേപൂർ സിക്രി. ഇനി ഇവിടെ 2 തരം കർഷകരാണ് ഉണ്ടായിരുന്നത്. ഖുദ് കഷ്ത, പാഹി കഷ്ത. ഖുദ് കഷ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായി കൃഷിഭൂമിയും സ്ഥിര താമസവുമുള്ള കർഷകർ. അവർക്ക് സ്വന്തമായിട്ട് കൃഷിഭൂമിയുണ്ട്, അവിടെ സ്ഥിര താമസവുമാണ്, എന്നിട്ടാണ് കൃഷി ചെയ്യണത്. ഇനി പാഹി കഷ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായി കൃഷിഭൂമിയില്ല, കരാർ ജോലി ഏറ്റെടുത്തിട്ട് കൃഷി ചെയ്യുന്ന കർഷകരാണ് പാഹി കഷ്ത. ഇത് ഓർത്ത് വെക്കണേ, ഖുദ് കഷ്ത, പാഹി കഷ്ത. ഇനി അവിടുത്തെ ജജുമാനി സമ്പ്രദായം, ജജുമാനി സിസ്റ്റം. ബംഗാളിലെ ജമീന്ദാർമാർ കരുവാന്മാർക്കും ആശാരിമാർക്കും സ്വർണ്ണപ്പണിക്കാർക്കും ഒരു ചെറിയ ഭത്തയും ഭക്ഷണത്തിന് പണവും നൽകുന്ന സമ്പ്രദായമാണ് ജജുമാനി സമ്പ്രദായം. ഇനി മുഗൾ കാലഘട്ടത്തിലെ സ്ത്രീകൾ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, കൈത്തൊഴിലുകൾ ചെയ്തു. സ്ത്രീകളുടെ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. വിവാഹത്തിന് വധുവിന് പണം നൽകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. സമൂഹത്തിൽ കർശന നിയന്ത്രണമായിരുന്നു. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ ഓരോന്നായിട്ട് 2 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 തരം കർഷകരെ കുറിച്ച് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വരാം. ജജുമാനി സമ്പ്രദായം സെപ്പറേറ്റ് ചോദിക്കാം. മുഗൾ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ മാൻസബ്ദാരി സമ്പ്രദായം അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയ സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം. സിവിൽ സൈനിക പദവികൾ യോജിപ്പിച്ച വ്യവസ്ഥ. മാൻസബ്ദാർമാർക്ക് കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നു. ശമ്പളമായി ഭൂമിയാണ് നൽകിയിരുന്നത്. ഓർത്ത് വെക്കണേ, സിവിൽ സൈനിക പദവികൾ യോജിപ്പിക്കുക. സിവിൽ പദവിയും സൈനിക പദവിയും കൂടെ യോജിപ്പിച്ചിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. അക്ബർ ചക്രവർത്തിയാണിത് കൊണ്ടുവരുന്നത്. പിന്നെ മാൻസബ്ദാർമാർക്ക് എന്താണ്? കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നു. അതുപോലെ ശമ്പളം ഭൂമിയായിട്ടാണ് നൽകിയത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദിനവൃത്താന്തങ്ങൾ. അതിൽ തന്നെ അക്ബർനാമ അല്ലെങ്കിൽ ഐനി അക്ബർ, ഇത് 2 ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അക്ബർനാമ അല്ലെങ്കിൽ ഐനി അക്ബരി, ഇത് 2 ചോദിച്ചാലും ഒന്ന് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് എഴുതിയിട്ടുള്ളത് അബുൽ ഫസലാണ്. അബുൽ ഫസൽ. ഇതിന് ആരെ കുറിച്ചിട്ടാണ് എഴുതുന്നത്? അക്ബർനാമ, അതിൽ തന്നെ ഉണ്ട് അക്ബറിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഇതിന് 3 ഭാഗങ്ങളാണ്. ആദ്യ ഭാഗത്തിൽ അക്ബറിൻ്റെ 30 വർഷത്തെ ചരിത്രമാണ് പറയുന്നത്. 2ാം ഭാഗത്തിൽ ഭരണകാലം. 3ാമത്
ഐനി അക്ബർ. മൂന്നാം ഭാഗമാണ് ഈ ഐനി അക്ബർ എന്ന് പറയുന്നത്. ഓക്കെ, 3 ഭാഗങ്ങളുണ്ട്. അക്ബറിനെ കുറിച്ചിട്ടാണ്, അക്ബറിൻ്റെ ജീവചരിത്രമാണ്. അബുൽ ഫസലാണ് എഴുതുന്നത്. ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത 2 കുഞ്ഞു ടോപ്പിക്കുകളാണ് പറയുന്നത്. സന്താൾ കലാപം. ഒന്ന്, സന്താൾ കലാപം. ബ്രിട്ടീഷുകാരുടെ ഉയർന്ന നികുതി കാരണം കലാപമുണ്ടായി. പണം പലിശയ്ക്ക് കൊടുക്കുന്നവരും സെമീന്ദാർമാരും ചൂഷണം ചെയ്തു. കലാപകാരികൾ ആക്രമണം നടത്തി. കലാപം ബ്രിട്ടീഷ് അടിച്ചമർത്തി. സന്താളുകൾക്ക് ചില ആനുകൂല്യം കിട്ടി. സന്താൾ പർഗാന രൂപീകരിച്ചു. എന്താ ഇപ്പോൾ ഇവിടെ പറയണത്? ഈ പോയിന്റ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. പക്ഷേ കേട്ടോ, ഈ സന്താൾ എന്ന് പറയുന്നത് ഒരു ട്രൈബൽ വിഭാഗമാണ്, ഒരു ആദിവാസി വിഭാഗമാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ആര് വരുന്നത്? ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകൾ, പുറത്തുനിന്നുള്ള ആളുകൾ, അതുപോലെ ജമീന്ദാർമാർ, ജന്മിമാർ, അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാർ. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ആളുകളെ, ഈ ആദിവാസികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ചൂഷണം സഹിക്കാൻ പറ്റാണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ സഹിക്കാൻ പറ്റാണ്ട് ഇവർ കലാപം നടത്തി. പക്ഷേ ബ്രിട്ടീഷ് എന്ത് ചെയ്തു? അതിനെ അടിച്ചമർത്തി. പക്ഷേ അവസാനം എന്ത് ചെയ്തു? കുറച്ച് ആനുകൂല്യങ്ങൾ ഈ സന്താളുകൾക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരു സന്താൾ പർഗാന രൂപീകരിച്ചു. സന്താൾ പർഗാന. അപ്പോൾ ആരൊക്കെയാണ് ചൂഷണം ചെയ്തത്? ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു, ജമീന്ദാർമാരുണ്ടായിരുന്നു, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇതിനെതിരെ ഇവർ കലാപം നടത്തി, ബ്രിട്ടീഷ് അടിച്ചമർത്തി. അവസാനം ഇവർക്ക് കുറച്ച് ആനുകൂല്യങ്ങളും സന്താൾ പർഗാന രൂപീകരിക്കുകയും ചെയ്തു. ഇതാണ് സന്താൾ കലാപം. ഇനി വീരശൈവ പാരമ്പര്യം. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിലാണ് രൂപപ്പെടുന്നത്. വീരശൈവ എന്ന് കേൾക്കുമ്പോൾ തന്നെ കർണാടകയിൽ 12ാം നൂറ്റാണ്ടിൽ ബാസവണ്ണയാണ് പ്രചാരകൻ. ബാസവണ്ണ. ഓക്കെ, ബാസവണ്ണ. 12ാം നൂറ്റാണ്ട്. വീരശൈവ പാരമ്പര്യം. അനുയായികൾ വിഷൈവന്മാർ അഥവാ ലിംഗായത്തുകൾ എന്നറിയപ്പെടുന്നു. ഈ ലിംഗായത്തുകൾ എവിടെയാണുള്ളത്? ഇപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, ന്യൂസിലൊക്കെ വരാറുണ്ട്. എവിടെയാണുള്ളത്? കർണാടക. ഓക്കെ, അവരെന്ത് ചെയ്യും? ശിവലിംഗം ധരിക്കും. ശിവഭക്തരാണ്. വീരശൈവ അവിടെ തന്നെ ഉണ്ട്. ശിവലിംഗം, ശിവഭക്തർ. ഓക്കെ, അറിയപ്പെടുന്നത് വിഷൈവന്മാർ അല്ലെങ്കിൽ ലിംഗായത്തുകൾ. ശിവലിംഗം, ലിംഗായത്ത് ഒക്കെ എന്താണ്? കണക്റ്റഡാണ്. മനസ്സിലാവുമല്ലോ. 12ാം നൂറ്റാണ്ടിലാണ്, കർണാടകയിലാണ്, ബാസവണ്ണയാണ്. പിന്നെ ഇവരറിയപ്പെടുന്നത് ലിംഗായത്തുകൾ. വിഷൈവന്മാർ എന്ന് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ലിംഗായത്തുകൾ. ഓക്കെ, ശിവഭക്തരാണ്, ശിവലിംഗം ധരിക്കും. ഇനിയാണ് നമ്മളുടെ ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സിവിലൈസേഷൻ. ഇതിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ആദ്യകാലം, പിൽക്കാലം. ഇതിന് രണ്ടിൻ്റെയും സെൻറ്ററിലൊരു വികസിത കാലം. അപ്പോൾ ആദ്യകാലം, വികസിതം, പിൽക്കാലം. ആദ്യകാലം എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരം വളർന്നു വരണേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും? അതൊരു ഗ്രാമീണ സംസ്കാരമായിരിക്കും. പിന്നെ അതിൽ കുറച്ച് എന്തുണ്ടാവണം? ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്ന് അത് നഗരങ്ങളായിട്ട് മാറുന്നു. നഗരാസൂത്രണം. വ്യാപാരം പുരോഗമിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ല പ്ലാൻ ചെയ്തിട്ടുള്ള നഗരങ്ങൾ ഉണ്ടാവണം. പിന്നെ അവിടെ കച്ചവടം പുരോഗമിക്കുന്നു. അപ്പോൾ നഗരാസൂത്രണം, വ്യാപാരം പുരോഗമിച്ചു. ഇനി പിൽക്കാലം, അതായത് പിന്നെ അതിൻ്റെ നാശമാണ്. ഉപേക്ഷിക്കപ്പെട്ട നഗരങ്ങളും പിന്നെ വ്യാപാരം തകരുകയും ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ട നഗരങ്ങൾ, വ്യാപാരം തകർന്നു. ആദ്യകാലം, വികസിതം, പിൽക്കാലം. ഇനി അവിടുത്തെ ഉപജീവന മാർഗം അത് പഠിക്കണോ? അത് നിങ്ങൾ ഓർത്താൽ തന്നെ കിട്ടും. എന്തൊക്കെയാണ് ഉണ്ടാവുക? കൃഷി, മൃഗപരിപാലനം, വേട്ടയാടൽ, മീൻപിടുത്തം. കൃഷി, മൃഗപരിപാലനം, വേട്ടയാടൽ, മീൻപിടുത്തം കിട്ടുമല്ലോ. ഇനി വരുന്നത് മോഹൻജൊദാരോ ഒറ്റയ്ക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ മോഹൻജൊദാരോ ഇവിടുത്തെ നഗരത്തെ 2 ഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട്. കോട്ട, കീഴ്പട്ടണം. ഈ കോട്ട പടിഞ്ഞാറ് ഭാഗത്താണ് ഉണ്ടാവുക. ഉയർന്ന ഭാഗമാണ്. വലിയ കെട്ടിടങ്ങൾ, ധാന്യപ്പുര, മഹാസ്നാനഘട്ടം മോഹൻജൊദാരോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ കോട്ട ഈ ഉയർന്ന ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗം, ഉയർന്ന ഭാഗം അവിടെയാണ് പ്രധാനപ്പെട്ട എന്തെല്ലാം ഉള്ളത്? ഈ വലിയ കെട്ടിടങ്ങൾ, ധാന്യപ്പുര, മഹാസ്നാനഘട്ടം എല്ലാം ഉള്ളത്. ഇനി കോട്ട കഴിഞ്ഞ് കീഴ്പട്ടണം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്?
കീഴ്പട്ടണം എന്ന് പറയുമ്പോൾ തന്നെ കിഴക്ക്, കീഴ്, താഴ്ന്ന ഭാഗം. ഓക്കെ, കിഴക്ക് താഴ്ന്ന ഭാഗം. ആളുകളൊക്കെ താമസിച്ചത് ഇവിടെയാണ്. പിന്നെ അഴുക്കുചാൽ സമ്പ്രദായം, റോഡ്, വീട്, ഇതൊക്കെ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി കരകൗശല നിർമ്മാണം. ചൻഹുദാരോ ആയിരുന്നു കേന്ദ്രം. കരകൗശലം പറയുമ്പോൾ ചൻഹുദാരോ. മോഹൻജൊദാരോയിൽ എന്തൊക്കെയാണ് ഉള്ളത്? ധാന്യപ്പുര, മഹാസ്നാനഘട്ടം ഒക്കെയാണ് ഉള്ളത്. മോഹൻജൊദാരോ. ചൻഹുദാരോയിലാണ് എന്തുള്ളത്? കരകൗശല നിർമ്മാണം. മുദ്രകൾ, ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് ഈ ചൻഹുദാരോ എന്നാണ് മെയിനായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ചെമ്പ്, വെങ്കലം, സ്വർണം ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചെമ്പ്, വെങ്കലം, സ്വർണം. ഇനി തകർച്ചയുടെ കാരണം, ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. തകർച്ചയുടെ കാരണം എന്തൊക്കെയാണ് പറയപ്പെടുന്നത്? വനനശീകരണം കാരണമാണ് ഈ സിവിലൈസേഷൻ തകർന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം കൃഷിയാണല്ലോ അവരുടെ മെയിൻ. അപ്പോൾ ഇവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാകും, കുറേ വനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടാകും. അത് അവർക്ക് തന്നെ വിനയായിട്ടുണ്ടാവാം. അങ്ങനെ പ്രളയം വന്ന് ഫ്ലഡ് കൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഭൂകമ്പമാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ എന്തോ പകർച്ചവ്യാധി വന്നിട്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആര്യന്മാർ വന്ന് ആക്രമിച്ചതാണെന്നും പറയുന്നുണ്ട്. വനനശീകരണം, പ്രളയം, ഭൂകമ്പം. പകർച്ചവ്യാധികൾ, ആര്യൻ ആക്രമണം. ഇനി വരുന്നത് വിജയനഗരം. ഓക്കെ, വിജയനഗര എംപയർ. ഇത് സ്ഥാപിക്കുന്നത് ഹരിഹരനും ബുക്കനുമാണ് സ്ഥാപിക്കുന്നത്. കൃഷ്ണദേവരായനല്ല കേട്ടോ ഇത് സ്ഥാപിക്കുന്നത്, ഹരിഹരനും ബുക്കനുമാണ്. ഈ കൃഷ്ണദേവരായനാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവ്. ഈ വിജയനഗര ഡൈനാസ്റ്റി ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് കൃഷ്ണദേവരായൻ. സാമ്രാജ്യത്തിൻ്റെ വ്യാപനവും ഏകീകരണവും സാധ്യമാക്കിയത് ഇദ്ദേഹമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായി മാറുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ അണ്ടറിൽ. രാജ്യത്ത് സമാധാനവും ഐശ്വര്യവും നിലനിന്നു. ആകർഷകമായ ഗോപുരങ്ങൾ നിർമ്മിച്ചു. കലയും സാഹിത്യവും പ്രോത്സാഹിപ്പിച്ചു. 1529 ഇദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കിനുമാണ്. പക്ഷെ പ്രധാനപ്പെട്ട രാജാവ് ആരാണ്? കൃഷ്ണദേവരായനാണ്. ഇനി അമരനായക സമ്പ്രദായം ഇമ്പോർട്ടൻ്റ് ആണ്. അമരനായക സമ്പ്രദായം ഈ വിജയനഗര ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. അതായത് എന്ത് ചെയ്യും, ഒരു രാജാവ് ഉണ്ടായിരിക്കും. ഈ രാജാവ് ഈ ഓരോ പ്രദേശത്തെയും പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അവിടെ ഓരോ നായകന്മാരെ എന്ത് ചെയ്യും, നിയന്ത്രണത്തിനായിട്ട് വയ്ക്കും. എന്താ ചെയ്യണത്? ഓരോ പ്രദേശങ്ങളായിട്ട് തിരിക്കും. ഈ പ്രദേശങ്ങളാണ് അമര എന്നറിയപ്പെടുന്നത്. രാജാക്കന്മാർ നൽകുന്ന പ്രദേശത്തെ അമര എന്ന് പറയുന്നു. അമര. ഓക്കെ, അവിടെ ഭരിക്കുന്നവരെ അമരന്മാർ എന്നും പറയുന്നു. അപ്പോൾ രാജാക്കന്മാർ നൽകുന്ന പ്രദേശം അമര, അത് ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കും, അയാളാണ് അമരൻ. ഓക്കെ, ഇനി സൈനിക തലവന്മാരാണ് ആര്? നായകന്മാർ. ഓക്കെ, സൈനിക തലവന്മാരാണ് നായകന്മാർ. ഈ രാജാക്കന്മാരാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? രായന്മാർ എന്നറിയപ്പെടുന്നത്. ഇനി ഈ അമരനായകന്മാരാണ് നികുതി പിരിക്കുന്നതും രാജാക്കന്മാർക്ക് വേണ്ടി സൈനിക സഹായം നൽകുന്നതും. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാണ്, അമരനായക സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജാവാണ് രായൻ എന്നറിയപ്പെടുന്നത്. ഈ രാജാവ് രായൻ എന്നറിയപ്പെടുന്നു. സൈനിക തലവന്മാർ നായകന്മാർ എന്നറിയപ്പെടുന്നു. രാജാവ് നൽകിയിട്ടുള്ള അമര എന്ന പ്രദേശം ഭരിക്കുന്ന ആളുകൾ അമരന്മാർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ രായൻ എന്ത് ചെയ്യും? ഓരോ പ്രദേശവും ഓരോ അമരങ്ങളാക്കി ഭാഗിച്ചിട്ട് അത് ഓരോ ആളുകൾക്ക് കൊടുക്കും. ഇവർക്ക് എന്തുണ്ടാകും? ഇവരുടെ കയ്യിൽ സൈന്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇവരെന്തായിട്ട് മാറും? അമരനായകന്മാരായിട്ട് മാറും. ആ അമര എന്ന് പറയുന്ന പ്രദേശം ഭരിക്കുന്ന അമരന്മാർ, അവരുടെ കയ്യിൽ എന്തുണ്ട്? സൈന്യമുണ്ട്. അപ്പോൾ അവർ നായകന്മാരാണ്, അമരനായകന്മാരാണ്. ഇവരാണ് രാജാവിനെ, രായനെ എന്തിനു സഹായിക്കുന്നത്?
സൈനികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നത് ഇവരാണ്, സൈനിക സഹായം നൽകുന്നത് ഇവരാണ്. ഓക്കെ, രായൻ അതായത് രാജാവ് നൽകുന്ന സ്ഥലം പ്രദേശമാണ് അമര. അമര ഭരിക്കുന്ന ആളാണ് അമരന്മാർ. സൈനിക തലവന്മാരാണ് നായകന്മാർ. അപ്പോൾ ഈ അമര ഭരിക്കുന്ന അമരന്മാർക്ക് സൈനിക ശക്തിയും കൂടെ ആണെങ്കിൽ അവർ അമര നായകന്മാർ എന്നറിയപ്പെടുന്നു. ഇവർ രാജാവിനെ സഹായിക്കുന്നു. ഓക്കെ, ഇനിയുള്ളതാണ് മഹാനവമി ദിബ്ബ. ഈ മഹാനവമി ദിബ്ബ എന്ന് അറിയപ്പെടുന്നത് എന്താ? ഒരു ഉയർന്ന പ്രദേശമാണ്, ഒരു ഉയർന്ന പ്രദേശം. ഇവിടെയാണ് ഈ മഹാനവമി പോലെയുള്ള ഉത്സവങ്ങൾ നടക്കുന്നത്. കുറേ ചടങ്ങുകൾ ഉണ്ടാകും. ഈ നായകന്മാരും സാമന്ത രാജാക്കന്മാരും, അതായത് രാജാവിൻ്റെ അടിയിലുള്ള ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്യും? രാജാവിന് സമ്മാനങ്ങൾ നൽകും. ഇത്തരം ഉത്സവങ്ങളും പരിപാടികളൊക്കെ നടക്കുന്ന ഉയർന്ന പ്രദേശമാണ് മഹാനവമി ദിബ്ബ എന്നറിയപ്പെടുന്നത്. ഇനി ഈ വിജയനഗര ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുമ്പം പറയേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അവരുടെ കോട്ടയുടെ പ്രത്യേകതയും ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരാം. എന്താ കോട്ടയുടെ പ്രത്യേകത? നഗരത്തെ മുഴുവൻ വലയം ചെയ്യുന്നതാണ്. നഗരത്തെ മുഴുവൻ വലയം ചെയ്തുകൊണ്ടാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അതെങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? സിമൻറ്റ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? അല്ല. എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? വലിയ കല്ലുകൾ കൊണ്ട് 2 ഭാഗവും കെട്ടി ഉൾഭാഗത്ത് മണ്ണും ചരലും നിറച്ചിട്ടാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. വലിയ കല്ലുകൾ കൊണ്ട് 2 ഭാഗവും കെട്ടി ഉൾഭാഗത്ത് മണ്ണും ചരലും നിറച്ചാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഇനി എന്താണ്? അതിനൊരു പ്രവേശന കവാടമുണ്ട്. കാവലോട് കൂടിയ ഒരു പ്രവേശന കവാടമുണ്ട്. കവാടത്തിൽ ഒരു കമാനവും അതിനു മുകളിൽ താഴികക്കുടവുമുണ്ട്. അപ്പോൾ എന്താ അവിടെ ഉള്ളത്? അവിടെ കാവലോട് കൂടിയ ഒരു പ്രവേശന കവാടമുണ്ട്. ഈ കവാടത്തിന് ഒരു കമാനവും അതിനു മുകളിൽ താഴികക്കുടവുമുണ്ട്. ഓക്കെ, അപ്പോൾ നഗരത്തെ മുഴുവൻ വലം വയ്ക്കുന്നു. പിന്നെ എന്താണ്? എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 2 കല്ലുകൾ, വലിയ കല്ലുകൾ 2 ഭാഗത്തും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ ഉൾഭാഗത്ത് മണ്ണും ചരലും നിറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാവലോട് കൂടിയ ഒരു പ്രവേശന കവാടമുണ്ട്. കവാടത്തിലൊരു കമാനവും അതിന് മുകളിൽ താഴികക്കുടവുമുണ്ട്. ഇനി ക്ഷേത്രം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ പറയുന്നത് ഗോപുരങ്ങളും മണ്ഡപങ്ങളുമാണ്. ഗോപുരം എന്താണ്? ക്ഷേത്ര കവാടങ്ങളാണ്. ഇത് രാജാക്കന്മാരുടെ ക്ഷേത്രമാണല്ലോ, രാജാക്കന്മാരുടെ ഗോപുരമാണല്ലോ. രാജാക്കന്മാർ അറിയപ്പെടുന്നത് രായന്മാരെന്നാണല്ലോ. അപ്പോൾ ഇതറിയപ്പെടുന്നത് രായഗോപുരങ്ങൾ എന്നാണ്. എന്താണ് അറിയപ്പെടുന്നത്? രായഗോപുരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗോപുരങ്ങൾ ക്ഷേത്ര കവാടങ്ങളാണ്. ഇത് രായഗോപുരങ്ങൾ അറിയപ്പെടുന്നു. ഇനി മണ്ഡപങ്ങൾ അവിടെയാണ് എന്ത് നടക്കുന്നത്? സംഗീതം, നൃത്തം പോലെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്, നാടക പരിപാടികളൊക്കെ നടക്കുന്നത് അവിടെയാണ്. ഒരുപാട് കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. മണ്ഡപത്തിൽ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ടാവും. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വിട്ടാല ക്ഷേത്രം. അവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ് കേട്ടോ. ഇനി നോക്കാൻ പോണത് ബുദ്ധിസമാണ്. ബുദ്ധനാണ് ഇതിൻ്റെ ഫൗണ്ടർ. ബുദ്ധൻ്റെ ആദ്യ നാമം എന്തായിരുന്നു? സിദ്ധാർത്ഥൻ. കൊട്ടാര ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. ഇനി ബുദ്ധൻ്റെ തത്വങ്ങൾ. 4 ആര്യസത്യങ്ങളുമുണ്ട്, അഷ്ടാംഗ മാർഗവുമുണ്ട്. 4 ആര്യസത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലോകം ദുഃഖമയമാണ്. ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹമില്ലെങ്കിൽ ദുഃഖമില്ല. അഷ്ടാംഗമാർഗം കൊണ്ട് ദുഃഖമില്ലാതാക്കാം. അപ്പം ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖമയമാണ്. ലോകം ദുഃഖമയമാണ്. എങ്ങനെ ദുഃഖം ഉണ്ടാവുന്നത്? അതിൻ്റെ കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹം ഇല്ലെങ്കിൽ ദുഃഖമില്ല. ഇനി ഈ ദുഃഖം എങ്ങനെ ഇല്ലാണ്ടാക്കാം? അഷ്ടാംഗമാർഗം കൊണ്ട് ഇല്ലാതെയാക്കാം. ലോകം ദുഃഖമയമാണ്. ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹം ഇല്ലെങ്കിൽ ദുഃഖമില്ല. അഷ്ടാംഗമാർഗം വഴി ദുഃഖമില്ലാതാക്കാം. ഏതൊക്കെയാണ് ഈ അഷ്ടാംഗമാർഗം? അഷ്ടാംഗമാർഗം: ശരിയായ വാക്ക്, ശരിയായ ഓർമ്മ, ശരിയായ പ്രവൃത്തി, ശരിയായ വീക്ഷണം, ശരിയായ ജീവിതം, ശരിയായ തീരുമാനം, ശരിയായ പരിശ്രമം, ശരിയായ ധ്യാനം. അഷ്ടാംഗം 8 മാർഗങ്ങളാണുള്ളത്. 8 മാർഗങ്ങൾ ശ്രദ്ധിച്ചോണേ. ഒരു വാക്ക് അത് ഓർമ്മിച്ച് വെച്ചാലേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വാക്ക് ഓർമ്മിച്ച് വെക്കണം, അപ്പോഴാണ് അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല വീക്ഷണം വേണം. അപ്പോഴാണ് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ പരിശ്രമിക്കാനും കഴിയുള്ളൂ. നല്ല ഒരു വാക്ക്
ശരിയായ ഒരു വാക്ക് അത് ഓർമ്മിച്ച് വെക്കണം. അപ്പോഴാണ് അത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അതിന് നല്ല വീക്ഷണം വേണം. അപ്പോഴാണ് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ പരിശ്രമിക്കണം. അതിന് ധ്യാനം വേണം. അതിനെന്ത് വേണം? ധ്യാനം വേണം. ഓക്കെ. ഇനി സ്തൂപം. ആ പിക്ചർ വരയ്ക്കാൻ പഠിച്ച അത്രയും നല്ലതാണ്. പിക്ചർ വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറ്റിയ അത്രയും നല്ലതാണ് സ്തൂപങ്ങൾ. കണ്ടോ? യഷ്ടി, കൊടിമരം, ഛത്രം, ഹർമിക, അണ്ട. അണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അർദ്ധവൃത്താകൃതിയിലുള്ള മൺമേടിനെയാണ് അണ്ട എന്ന് പറയുന്നത്. ആ വട്ടത്തിൽ കാണുന്ന സംഭവമാണ് അണ്ട. ഓക്കെ. ഇനി ഹർമിക, അതിൻ്റെ മുകളിൽ കണ്ടോ, അതാണ് ഹർമിക. ഇനി ഛത്രം, കൊടിമരത്തിലെ കുട, അതാണ് ഛത്രം. ഓക്കെ. ഈ ഹർമിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൽക്കണിയാണ്. യഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടിമരം. അപ്പോൾ യഷ്ടി കൊടിമരം, ഛത്രം കൊടിമരത്തിലെ കുട, ഹർമിക മൺമേടിന് മുകളിലെ ബാൽക്കണി, അണ്ട അർദ്ധവൃത്താകൃതിയിലുള്ള മൺമേട്. ഇത്രയും ഭാഗങ്ങളെങ്കിലും പഠിച്ചു വെക്കുക. ഇനി പുതിയ മതപാരമ്പര്യങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ ബുദ്ധമത സമ്മേളനങ്ങൾ നടക്കുക. ഇങ്ങനെ 4ാമത്തെ ബുദ്ധമത സമ്മേളനം കാശ്മീരിൽ വെച്ച് നടക്കുമ്പോഴാണ് ഈ മഹായാനയും ഹീനയാനയുമായിട്ട് രണ്ടായിട്ട് തിരിയപ്പെടുന്നത്, 2 വിഭാഗങ്ങളായി മാറുന്നത്. എന്താണ് ഈ മഹായാനം? വലുത്, കുറേ ആളുകളുണ്ട്. ഇത് വലിയ വാഹനം അല്ലെങ്കിൽ ചക്രം എന്നറിയപ്പെടുന്നു. കുറേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നതും ഈ മഹായാനമാണ്. പക്ഷേ ഇതെന്താണ്? പുതിയ തത്വമാണ്. ഇവർ പറയുന്നത് ബുദ്ധൻ ദൈവമാണെന്നാണ്. അതുപോലെ ബോധിസത്വ സങ്കല്പങ്ങളും ഇവർക്കാണുള്ളത്. സംസ്കൃത ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പുതിയതാണല്ലോ, പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ, കുറേ ആളുകൾ അട്രാക്റ്റീവായിട്ടുണ്ടാവും. വലിയ വാഹനം അല്ലെങ്കിൽ ചക്രം, പുതിയ തത്വം, ബുദ്ധൻ ദൈവമാണെന്നാണ് പറയുന്നത്. ആദ്യം അദ്ദേഹം ദൈവമൊന്നായിട്ടല്ല ആരാധിക്കപ്പെടുന്നത്, പിന്നീട് എന്താണ്? ദൈവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മഹായാനം പുതിയത് വന്നപ്പോഴേക്കും ബുദ്ധൻ ദൈവമായി മാറി. ബോധിസത്വ സങ്കല്പം ഇവർക്കാണുള്ളത്. സംസ്കൃത ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഹീനയാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വാഹനം, ചക്രം. മൗലിക തത്വങ്ങൾ പിന്തുടരുന്നു. പണ്ടേ തൊട്ടേയുള്ള തത്വങ്ങളാണ് ഇവർ പിന്തുടരുന്നത്. പഴയ പാരമ്പര്യമാണ്. പണ്ടത്തെ പ്രാകൃത ഭാഷ, പാലി ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഓക്കെ. മഹായാനം വലുത്, ഹീനയാനം ചെറുത്. മഹായാനം പുതിയത്, ഹീനയാനം പഴയത്. മഹായാനം സംസ്കൃത ഭാഷ, ഹീനയാനം പാലി ഭാഷ. ഓക്കെ ആണല്ലോ. ഇനി മഗധയുടെ പ്രാധാന്യം. മൗര്യ സാമ്രാജ്യത്തിൻ്റെയും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെയും കേന്ദ്രം മഗധയായിരുന്നു. കുറേ മഹാജനപദാസ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മഗധയായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? വളക്കൂറുള്ള മണ്ണ്. നമുക്കറിയാം ഗംഗാസമതലാണ്, വളക്കൂറുള്ള മണ്ണ്. ഇരുമ്പിൻ്റെ സാന്നിധ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കൃഷി വ്യാപിപ്പിക്കാൻ പറ്റും. ആനകൾ സൈന്യത്തെ ശക്തപ്പെടുത്തി. കാട്ടിൽ ഒരുപാട് ആനകളുണ്ടായിരുന്നു. അവയെ മെരുക്കി വളർത്തി ശക്തിയുള്ള സൈന്യം സ്ഥാപിച്ചു. പിന്നെ ഗംഗയുടെ സാന്നിധ്യം, ശക്തരായ ഭരണാധികാരികൾ. ഗംഗയുടെ സാന്നിധ്യം, ഗംഗാ നദി ഉള്ളതുകൊണ്ട് തന്നെ വളക്കൂറുള്ള മണ്ണ് കിട്ടും, വെള്ളം കിട്ടും, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, അതുവഴി ട്രേഡ് നടക്കും, എല്ലാം നടക്കും. ഓക്കെ. ശക്തരായ ഭരണാധികാരികളും ഉണ്ടായിരുന്നു. വളക്കൂറുള്ള മണ്ണ്, ഇരുമ്പിൻ്റെ സാന്നിധ്യം, ആനകൾ സൈന്യത്തെ ശക്തപ്പെടുത്തി, ഗംഗയുടെ സാന്നിധ്യം, ശക്തരായ ഭരണാധികാരികൾ. ഇനി 1857 കലാപം. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നു, ദേശീയ സമരം എന്നറിയപ്പെടുന്നു. എന്തതിനുള്ള കാരണങ്ങൾ? ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അസംതൃപ്തി. ബ്രിട്ടീഷുകാർക്കെതിരെയാണല്ലോ സമരം നടക്കുന്നത്. നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥ. ഇനി നാനാ സാഹിബിന് പെൻഷൻ നൽകാൻ വിസമ്മതിച്ചു. അതും ഒരു കാരണമാണ്. നാനാ സാഹിബിന് പെൻഷൻ നൽകാൻ വിസമ്മതിച്ചു. ഇനി ഝാൻസി റാണിക്ക് ദത്താവകാശം നിഷേധിച്ചു.
എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അസംതൃപ്തി, നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമം, വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥ, നാനാ സാഹിബിന് പെൻഷൻ നൽകാൻ വിസമ്മതിച്ചു, ഝാൻസി റാണിക്ക് ദത്താവകാശം നിഷേധിച്ചു. ഇനി അതുമാത്രമല്ല, ഈ കലാപത്തിലെ നേതാക്കന്മാർ, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ്. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. കാൺപൂർ നാനാ സാഹിബ്, കാൺപൂർ നാനാ സാഹിബ്. ഝാൻസി റാണി ലക്ഷ്മിഭായ്, അതെന്തായാലും തെറ്റില്ല, ഝാൻസി റാണി ലക്ഷ്മിഭായ്. ബീഹാർ കൺവർ സിംഗ്, ബീഹാർ കൺവർ. അവധിൽ 2 പേരുണ്ട്, അത് ആരൊക്കെയാണ്? ബിർജീസ് ഖാദർ, ബീഗം ഹസ്രത് മഹൽ. അവധ് ഖാദർ, ഓക്കെ, അവധ് ബിർജീസ് ഖാദർ, ബീഗം ഹസ്രത് മഹൽ. ബറൗട്ട് ഷാമൽ. ഇനി കിംവദന്തികൾ, ഇത് ചോദിച്ചിട്ടുണ്ട്. കിംവദന്തികൾ എന്തൊക്കെയാണ്? അതിൻ്റെ പുറകിലുള്ള കിംവദന്തികൾ എന്തൊക്കെ ആയിരുന്നു ആളുകളുടെ ഡൗട്ട്സ്? പുതിയ എൻഫീൽഡ് റൈഫിളിലെ തിരകൾ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയതാണെന്ന് കിംവദന്തി. പശു ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് ലൈക്ക് ഗോഡ് അല്ലേ? പന്നിയാണെങ്കിലോ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഹറാം. അപ്പോൾ ഇത് 2 മതവിഭാഗത്തെയും വ്രണപ്പെടുത്തി. അപ്പോൾ പുതിയ എൻഫീൽഡ് റൈഫിളിലെ തിരകൾ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയതാണ് എന്നുള്ളൊരു കിംവദന്തി പരന്നു. ഇനി ജാതിയും മതവും തകർക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നൊരു കിംവദന്തിയും ഉണ്ടായിരുന്നു. ജാതിയും മതവും തകർക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നുള്ളൊരു വാർത്ത പടർന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം നടത്തുന്നു എന്നുള്ളൊരു സംസാരവും ഉണ്ടായി. ഇനി എന്താണ്? പ്ലാസി യുദ്ധത്തിൻ്റെ ശതാബ്ദിയോടെ ബ്രിട്ടീഷ് ഭരണം അന്ത്യം കാണും എന്നുള്ളൊരു പ്രവചനവും അന്ന് ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഇത്രയും ഈ 4 കിംവദന്തികൾ ഓർത്ത് വെക്കാം കേട്ടോ. ഈ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ തിരകളാണ് പുതിയ എൻഫീൽഡ് റൈഫിളിൽ ഉള്ളത് എന്നുള്ളൊരു സംസാരം ഉണ്ടായി. ജാതിയും മതം തകർക്കാൻ ശ്രമിക്കണു, പിന്നെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്താൻ ശ്രമിക്കണു, പിന്നെ എന്താണ്? പ്ലാസി യുദ്ധത്തിൻ്റെ ശതാബ്ദിയോടെ ബ്രിട്ടീഷ് ഭരണം അന്ത്യം കാണും എന്നുള്ളൊരു പ്രവചനവും അന്നുണ്ടായിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രീകരണങ്ങളുണ്ട് 1857 കലാപവുമായി ബന്ധപ്പെട്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കി വെക്കണം. ഇനി അവസാനമായിട്ട് ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് നിർത്താം. കൊത്ത് ലിഖിതത്തിലെ തെളിവുകളുടെ പരിമിതികൾ. എന്തൊക്കെ പരിമിതികളാണ് ഉണ്ടാവുക? അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണ് ഉണ്ടാവുക. കൊത്ത് ലിഖിതങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചില അക്ഷരങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതിലെ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുക പ്രയാസമാണ്. എല്ലാ കൊത്തുലിഖിതങ്ങളും വായിച്ചെടുക്കാനോ വിവർത്തനം ചെയ്യാനോ പ്രസിദ്ധീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയവും സാമ്പത്തികവുമായ എല്ലാ കാര്യങ്ങളും കൊത്തുലിഖിതത്തിൽ ഉണ്ടാകണമെന്നില്ല. കൊത്തുലിഖിതങ്ങൾ സ്ഥാപിച്ച വ്യക്തികളുടെ താല്പര്യങ്ങളാണ് കൊത്തുലിഖിതങ്ങളുടെ ഉള്ളടക്കം. ഓക്കെ, ഒരാളുണ്ടാക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതിലെഴുതുക. ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ്? അത് കേടുപാട് വന്ന് പോവാം, അതിലെഴുതിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകാതെ വരാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതൊന്ന് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഭാഷയിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ടോപ്പിക്സ് കംപ്ലീറ്റ് വൃത്തിക്ക് പഠിച്ച് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി ടോപ്പിക്കുകളിലേക്ക് പോവുക. താങ്ക് യു.